ബഹുമാന്യരായ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ഞാൻ ഒരു മന്ത്രവാദിയുടെ കഥ പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സ്നേഹതീരത്ത് നിന്നും ഞാൻ ഈ കഥ പറയുമ്പോൾ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കാനോ കളിയാക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ അശക്തനാണ്. പണ്ട് കാലങ്ങളിൽ ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് ആദിവാസികൾക്കിടയിൽ അവർ മതദൈവങ്ങളെയാണ് ആരാധിച്ചിരുന്നത്. അങ്ങനെ അതിൽ നിന്നും ഉത്ഭവിച്ച ഒരു കഥയാണ് മന്ത്രവാദി കഥ. രോഗം വന്നാൽ മന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും എന്ന് അന്ധവിശ്വാസികളായ പണ്ടുള്ള കാരണവന്മാർ വിശ്വസിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു മന്ത്രവാദിയുടെ കഥയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. പണ്ട് ഒരു ഗ്രാമപ്രദേശത്ത് ഒരു തിരുമേനി ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും അമ്പലങ്ങളിൽ പോകുമായിരുന്നു. എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ദൈനംദിനം പലവിധ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ പുള്ളി ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കാർ പതിവുണ്ട്. ഇതിങ്ങനെ നിത്യസംഭവമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു: മക്കളെ, നമ്മുടെ കുടുംബത്തിന് എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ഒരു മന്ത്രവാദം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്വസ്ഥത കിട്ടും എന്നും മക്കളോട് പറഞ്ഞു. മക്കൾക്കാർക്കും മന്ത്രവാദം ചെയ്യുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്വന്തം കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ വരെ ബലി കൊടുക്കുന്ന കാലമാണിത്. അതുകൊണ്ട് അവർ അച്ഛനോട് പറഞ്ഞു: അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് ചെയ്തോ, ഞങ്ങൾ അതിൻ്റെ തടസ്സം നിൽക്കുന്നില്ല എന്ന് മക്കളുടെ മൗന അനുവാദം ലഭിച്ചു. ഇനി ഒരു മന്ത്രവാദിയെ രഹസ്യമായിട്ട് എങ്ങനെ തേടിപ്പിടിക്കും എന്ന ചിന്തയിലായി. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും അങ്ങനെ പലതും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു കൈനോട്ടക്കാരൻ തത്തയും കൊണ്ട് അതുവഴി വന്നു കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് വളരെ സന്തോഷമായി. തത്തയെ കൊണ്ട് ഒരു ചീട്ടെടുപ്പിച്ചു. തത്ത ചീട്ട് വലിച്ചിട്ട് എടുത്ത ആ കാർഡ് എടുത്തു നോക്കിയപ്പോൾ അതിൽ കണ്ടത് ശ്രീകൈലാസം വാഴും ശ്രീ മഹാരുദ്രന്റെ പൊന്മകൾ, വലങ്കയിൽ വാളും ഇടങ്കയിൽ ധാരികന്റെ തലയുമായി വേതാളം മുകളിൽ ഏറി വന്ന ഭദ്രകാളിയുടെയും ധാരികന്റെ തലയുമുള്ള ഒരു ഫോട്ടോയാണ് അതിൽ പ്രത്യക്ഷപ്പെട്ടത്. തിരുമേനിയോട് ഇദ്ദേഹം പറഞ്ഞു: തിരുമേനി, കാര്യങ്ങളാകെ കുഴപ്പത്തിലാണല്ലോ കാണുന്നത്. ശത്രുദോഷമാണ് മുൻപന്തിൽ നിൽക്കുന്നത്. ഈശ്വരവിശ്വാസമാണെങ്കിൽ തീരെയില്ല. അതുകൊണ്ടാണ് കുടുംബത്തിൽ പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിത്യേന വന്നുകൊണ്ടിരിക്കുന്നത്. അതിനി കണ്ടകശനിയുടെ അപകാരമാണ്. അത് വേണ്ട വിധത്തിൽ അതെല്ലാം ചെയ്തില്ലെങ്കിൽ കുടുംബത്തിന് ഭയങ്കര ദോഷമാണ്. എനിക്കാണെങ്കിൽ എല്ലാവിധ പൂജകളും അറിയാം. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, താമ്പൂല പ്രശ്നം, ശത്രുസംഹാര ഹോമം, കതിർമണ്ഡപ പൂജ, സർപ്പബലി, കളമെഴുത്തും പാട്ടും എന്ന് വേണ്ട മന്ത്രവാദം വരെയും ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ തിരുമേനി മനസ്സിൽ ഉദ്ദേശിച്ചു, ഇനി മന്ത്രവാദിയെ വേറെ എങ്ങും അന്വേഷിക്കാൻ പോകണ്ടല്ലോ. അപ്പോൾ ഈ മന്ത്രവാദി പറഞ്ഞു, ഈ കാക്കാലം പറഞ്ഞു, ആദ്യമായിട്ട് അമ്പലത്തിൽ പോയി വേണ്ട പൂജകളും ഗണപതി ഹോമവും നടത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ മന്ത്രവാദം ചെയ്യാം.
അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ അവരുടെ തിരുമേനിയുടെ പറമ്പിന്റെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷം അയൽക്കാരെല്ലാവരും ഉറങ്ങിയതിന് ശേഷം രണ്ടുപേരും കൂടി മന്ത്രവാദം കർമ്മം ആരംഭിച്ചു. നേരത്തെ പോലെ പന്തം തെളിയിക്കലോ ശംഖുപിടി നാദവുമില്ലാതെ അവർ പൂജാകർമ്മങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഈ പൂജ ചെയ്ത് കഴിഞ്ഞ് അവസാന നിമിഷമാണ് കോഴിയെ അറക്കുന്നത്. അപ്പൊ ഈ മന്ത്രവാദി പറഞ്ഞു, തിരുമേനി, ഞാൻ മദ്ദലഹരിയിൽ ഇത്തിരി പൂസാണ്, അതുകൊണ്ട് കോഴികളെ തിരുമേനി തന്നെ അറക്കണം. തിരുമേനി ഇന്ന് വരെ ഒരു ഉറുമ്പിനെ വരെ കൊല്ലാത്ത ആളാണ്. എന്നോടാണ് ഇദ്ദേഹം കോഴിയെ അറക്കാൻ പറഞ്ഞത്. തിരുമേനിക്ക് അതൊക്കെ ദേഷ്യം വന്നു. തിരുമേനിയുടെ കഴുത്തിൽ കിടന്ന പൂണൂൽ ഇങ്ങനെ വലിച്ച് വലിച്ച് കറക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ ആലോചിച്ചു, ഇത്രയും പൈസ മുടക്കിയിട്ട് ഒരു ഉപകാരം വരെ പെടുത്താൻ പറ്റിയില്ലല്ലോ. ഇദ്ദേഹം പൂണൂലഴിച്ച് മടിയെ തിരികെ മന്ത്രവാദിയോട് പറഞ്ഞു, മന്ത്രവാദി, നീ ഈ കോഴിയെ പിടിക്കുക, ഞാൻ കോഴിയെ അറക്കാം എന്ന് പറഞ്ഞ് തിരുമേനി ഈ കോഴിയെ, ഇവർ രണ്ടുപേരും കൂടി തിരുമേനി കോഴി അറുത്തു. കോഴിയെ അറുത്ത് കളത്തിൽ ഒന്ന് വെച്ച് കഴിയുമ്പോൾ കോഴി എഴുന്നേറ്റ് ഓടിപ്പോയി. ഇത് എന്താ സംഭവം എന്ന് നോക്കിയപ്പോൾ ഈ കോഴിയുടെ തലയിലെ പൂവ് വലുതായിരുന്നു. ഈ കോഴിയുടെ തലയിലെ പൂവാണ് തിരുമേനി കണ്ടിച്ചു കളഞ്ഞത്. അപ്പോൾ മന്ത്രവാദി പറഞ്ഞു, തിരുമേനി, ഈ വക മണ്ടത്തരമൊന്നും ചെയ്യണ്ടായിരുന്നു, അടുത്ത കോഴിയെ ഞാൻ തന്നെ അറുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രവാദി കോഴിയെ കയ്യിലെടുക്കുന്നതിന് മുമ്പ് എളിയത്തിരിക്കുന്ന കത്തി ഇങ്ങനെ ആംഗ്യം കാണിച്ച്, വയറ്റിൽ മദ്യമാണല്ലോ, അങ്ങനെ കയ്യിലിട്ടിരുന്ന മൂർച്ച കിട്ടുന്ന എന്ന ഭാവത്തിൽ കോഴിയെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് കളത്തിന് 4 ചുറ്റും വെച്ച് അവിടെ കറങ്ങി തിരിഞ്ഞ് തുള്ളി അവിടെ വന്നു. തിരുമേനി, കോഴിയെ പിടിച്ച് ഞാൻ ഈ കോഴി അറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രവാദി ആ കോഴിയെ അറുത്ത് എല്ലാ കളത്തിലും കൊണ്ടുവന്ന് ചോര ചാടിച്ചതിന് ശേഷം കോഴിയെ വിട്ടു കഴിഞ്ഞപ്പോൾ കോഴി എഴുന്നേറ്റ് ഓടിപ്പോയി. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യലഹരിയിൽ ഈ മന്ത്രവാദി കോഴിയുടെ വാലാണ് അറുത്ത് കളഞ്ഞത്. മന്ത്രവാദി തിരുമേനിയോട് ചോദിച്ചു, എന്തിനാ തിരുമേനി കോഴിയുടെ കടതല തിരിച്ച് പിടിക്കാൻ പറഞ്ഞേ? അതുകൊണ്ടല്ലേ ഞാൻ ഈ വാലറുത്ത് കളഞ്ഞേ എന്ന്.